name is Lakshmi Mero. Welcome to my channel. So, കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവർക്ക് വ്യക്തമായിട്ടാണ് ഞാൻ എവിടെയാണെന്ന്. ഞാൻ എവിടെയാണെന്ന് പറയില്ല. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാം, പറയാം. അപ്പോൾ ഞാൻ 4 പടങ്ങൾ കണ്ടു. വെള്ളിമുഖം കണ്ടു, 100 ഡിഗ്രി സെൽഷ്യസ് കണ്ടു, ഹോംലി മിൽസ് കണ്ടു, ആൻഡ് ഹൈദർ കണ്ടു. ഈ മലയാള പടങ്ങളിൽ ഇറങ്ങിയ കൂടുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളിമുഖയാണ്. അപ്പോൾ വെള്ളിമുഖയിൽ നിന്ന് തുടങ്ങാം. 10-15 ട്രെയിലറിനും ടീസറിനും ശേഷം ഒരുപാട് പ്രൊമോഷന് ശേഷം ഇറങ്ങുന്ന ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ അധികം ഓൺലൈൻ പ്രൊമോഷൻ ഒന്നും ഇല്ലാതെ വന്നൊരു പടമാണ് വെള്ളിമുഖം. ബിജു മേനോന്റെ കോമഡിയുടെ ടൈമിംഗ് അസാധ്യമാണെന്ന് പിന്നെയും തെളിയിച്ചിട്ടുണ്ട്. പുള്ളി ഒരു 40 വയസ്സുള്ള ബാച്ചിലർ ഫുൾ ടൈം കഥവിട്ട് നടക്കുന്ന ഒരു ക്യാരക്ടറാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. വളരെ തന്മയത്വത്തോടുകൂടി ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാവരും എഡിഷൻസ് ആണെന്ന് പറയാം. ഇപ്പം ഇൻക്ലൂഡിങ് അജു വർഗീസ്, ടിനി ടോം, കലാഭവൻ, ഷാജോൺ. എടുത്തു കണ്ടൊരു ക്യാരക്ടർ പാഷാണം ഷാജിയാണ്. പുള്ളിയുടെ യഥാർത്ഥ പേര് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ കലക്കി കൊണ്ടുപോയിട്ടുണ്ട് സിനിമയിൽ, അടിപൊളിയായിട്ടുണ്ട്. ജിബു ജേക്കബ് എന്നുള്ള സംവിധായകന്റെ ഡെബ്യൂ മൂവിയിൽ ഒരുപാട് ക്യാമറ ട്രിക്കുകൾ കാണിച്ച് നമ്മൾ ഞെട്ടിപ്പിക്കുന്നില്ല. സാധാരണ സിനിമാറ്റോഗ്രാഫേഴ്സ് സിനിമ എടുക്കുമ്പോൾ അങ്ങനെയാണല്ലോ, കാരണം ഭയങ്കര ടീമിക്കുകൾ കാണിച്ചിട്ട്. നായിക നിക്കി ഗൽറാണി, പുള്ളിക്കാരി നല്ലൊരു ഡെക്കറേഷൻ ആയിട്ടുണ്ട്, വലിയ കുഴപ്പമില്ല. പിന്നെ ലെന, KPS ലളിത, അവരൊക്കെ അവരുടെ ഡിപ്പാർട്ട്മെന്റ് അസലായിട്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എന്താ പറയുക, നല്ല ആർട്ടിസ്റ്റാണ്, നമുക്ക് ഓൾറെഡി അറിയണ കാര്യമാണ്. അപ്പോൾ കൂടുതലൊന്നും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം ഇല്ല. പാട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ആകെ വെള്ളാരും കണ്ടിട്ടുള്ള വെള്ളിമുങ്ങ ആ പാട്ട് മാത്രമേ തിയേറ്ററിൽ ഇറങ്ങിയപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു പാട്ടായിട്ട് തോന്നിയുള്ളൂ. ആസിഫ് അലി നല്ലൊരു ഗസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ട്. പുള്ളി എടുത്തിറങ്ങിയ പടങ്ങളൊക്കെ നല്ല പടങ്ങളാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഈ പടത്തിന് നല്ല ക്യാരക്ടറാണ്, കൊള്ളാം. എന്താ പറയുക, അഭിനയിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പടം ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു സത്യനന്ദിക്കാട് പടം കാണുന്ന ഒരു ഫീലുണ്ടല്ലോ, അങ്ങനത്തെ ഒരു പടമാണ്. ഇപ്പൊ ഒരു ഹോളിവുഡ് ലെവൽ അല്ലെങ്കിൽ ബോളിവുഡ് അങ്ങനത്തെ ഒരു പടം ആണ് എന്ന് വിചാരിച്ച് എക്സ്പെക്ട് ചെയ്ത് പോയി കാണരുത്. സാധാരണ ഒരു സിമ്പിൾ നാടൻ മലയാള തനിമയുള്ള ഒരു പടമാണ് വെള്ളിമുങ്ങ. പിന്നെ കോമഡി പറയുകയാണെങ്കിൽ ഇഷ്ടംപോലെ ചിരിക്കാറുണ്ട്. അതായത് ഒന്ന് കഴിയുമ്പോഴേക്കും അടുത്ത് തുടങ്ങി ചിരിക്കാനുള്ള വകുപ്പുണ്ട്. അത്രത്തോളം ചിരിക്കാൻ വേണ്ടി 2 തവണ കാണാം കോമഡിക്ക് വേണ്ടിയിട്ട്. നല്ല റെസ്പോൺസ് ആയിരുന്നു തിയേറ്ററിൽ, നല്ല കൈയടി ഉണ്ടായിരുന്നു. സിദ്ദിഖിന്റെ ഡയലോഗിന് ഭയങ്കര കൈയടി സംഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ വെള്ളിമുങ്ങ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഡു കമന്റ് ബിലോ ആൻഡ് ലെറ്റ് മീ നോ യുവർ തോട്ട്സ്. നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ, നാട്ടിലെ വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അമ്മമാരും അല്ലെങ്കിൽ അമ്മായിമാരൊക്കെ ഇങ്ങനെ ഭക്ഷണം വിളമ്പിക്കൊണ്ടേയിരിക്കും, അത് കഴിക്കുന്നുണ്ട്. അതുപോലെയാണ് ഹോംലി മീൽസ് എന്നുള്ള സിനിമ. വിപിൻ അറ്റ്ലിക്ക് എത്ര വിളമ്പിയിട്ടും മതിയായിട്ടില്ല. ബട്ട് ഹീസ് റിയലി ടാലന്റഡ്. നല്ലൊരു കാരിക്കേച്ചർ ആർട്ടിസ്റ്റ് കൂടിയാണ് വിപിൻ അറ്റ്ലി. ഈ പടം എന്താ പറയുക, ദിസ് മൂവി സർട്ടൻലി കീപ്സ് യു ഇൻട്രസ്റ്റഡ്, എസ്പെഷ്യലി ദ ഫസ്റ്റ് ഹാഫ്, ആൻഡ് ഇറ്റ്സ് ബിയോണ്ട് ഓൾ ക്ലീഷേഴ്സ്. അതിന് ഫുൾ മാർക്ക് കൊടുത്തേ പറ്റുള്ളൂ. പിന്നെ വിപിൻ അറ്റ്ലി അലൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ആൻഡ് പുള്ളിയെ ചുറ്റിപ്പറ്റുള്ള ക്യാരക്ടേഴ്സ്, പുള്ളിയുടെ സർവൈവലൊക്കെയാണ് മെയിൻ ത്രെഡ്. കൈലാഷ് സജിത്ത് എന്ന് പറഞ്ഞൊരു ഫ്രണ്ടിന്റെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. കൈലാഷായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. കൈലാഷ് എന്നും കൈലാഷ് തന്നെ. ശൃന്ദയാണ് നായിക. ശൃന്ദയുടെ ഭാഗം നന്നായി ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടവും റെസ്പെക്റ്റും ഉള്ള ഒരു ആർട്ടിസ്റ്റാണ് ശൃന്ദ. എന്താ പറയാ, ലൈബ്രറിക്ക് ഒരു സീക്വൻസ് ഒക്കെ ഉണ്ട്. ആ സമയത്ത് ശൃന്ദ കൊടുക്കുന്ന ഒരു റിയാക്ഷൻ ഉണ്ട്, അത് നല്ല അസലായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മോസപ്പനും ഗ്യാങ് കലക്കി അതിൽ ഡിക്രൂസ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഉണ്ട്. എന്ത് ജീവിയാണത്. പിന്നെ നീരജ് നല്ല പെർഫോമൻസ് ആയിരുന്നു. എഡിറ്റർ ബാസിൽ, എനിക്ക് കൃത്യമായിട്ട് പേര് ഓർമ്മയില്ല. ആ എഡിറ്ററായിട്ട് അഭിനയിച്ച പയ്യനും നന്നായിരുന്നു. നല്ല നാച്ചുറലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിക്കാൻ തന്നെ സത്യം പറഞ്ഞാൽ തോന്നിയില്ല. ഒരുപാട് ഓർത്ത് ചിരിക്കാറുള്ള ഒരുപാട് മൊമെന്റ്സ് ഉണ്ട് ഈ പടത്തിൽ. അതായത് നിങ്ങളിപ്പോൾ കാണാൻ പോകണ ഞാൻ ഒരുപാട് വിവരിക്കുന്നില്ല, ജസ്റ്റ് പറഞ്ഞുതരാം എന്തൊക്കെയാണ്. ഒന്ന്, ബാബുവാനിയുടെ ഒരു ജോക്ക് ഉണ്ട്. പിന്നെ ഒരു ഷക്കീലയുടെ കരച്ചില്, ഓൾ ഇന്ത്യ റേഡിയോ ഇൻട്രൊഡക്ഷൻ സീൻ, ലാലൻ, അങ്ങനെ പെട്ടെന്ന് ഓർമ്മ ഇതൊക്കെയാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് നല്ല നല്ല സംഭവങ്ങളൊക്കെ ഉള്ള ഒരു പടമാണ് ഹോംലി മീൽസ്. ഒരുപാട് പുതുമുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ പഴയ ക്യാരക്ടർ ആർട്ടിസ്റ്റുകൾ എന്നും നമ്പർ 1 ആയിരിക്കുന്നതിന് തെളിവാണ് മനോജ് കെ ജയൻ. പുള്ളി വില്ലനാണ്, പക്ഷെ ഒരുപാട് ചിരിപ്പിക്കുന്ന ഒരു വില്ലനാണ് ഇതില്. എന്നാ മണ്ടത്തരം കോമാളിത്തരം ഒന്നും അല്ല, നന്നായിട്ടുണ്ട്. എനിക്ക് എന്താ പറയാ, ആ മനോജ് കെ ജയന്റെ പോർഷൻസ് കാണാൻ വേണ്ടി മാത്രം ശരിക്കും ഈ സിനിമ കാണാൻ പോവാം. അതന്നെ പാട്ടുകളൊന്നും അങ്ങനെ എടുത്തു പറയേണ്ട പാട്ടുകളും സംഭവങ്ങളും ഒന്നുമില്ല. സെക്കൻഡ് ഹാഫ് ഭയങ്കര ലെങ്തിയാണ്. അവിടെ ഇവിടെയും നല്ലോണം ബോറടിച്ചു കുറേ സ്ഥലത്ത്. പക്ഷെ ഫസ്റ്റ് ഹാഫ് കിടുകിടായിട്ട് പോയി. അതാണ് ഹോംലി മീൽസ്. വിപിൻ അറ്റ്ലി എന്താ പറയാ, ഒരു കൊടികെട്ടിയ അഭിനയമൊന്നും അല്ലെങ്കിൽ പോലും മലയാള സിനിമയ്ക്ക് ഒരു വാഗ്ദാനമാണ്. ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം തന്നു. ആര് തന്നു? രാകേഷ് ഗോപൻ തന്നു. 1 അല്ല 2 അല്ല 3 അല്ല 5 നായികമാരാണ് 100 ഡിഗ്രി സെൽഷ്യസിലുള്ളത്. കുട്ടികളൊന്നും കൊണ്ടുപോയി ആരും സിനിമ കാണിക്കരുത്. ചോദ്യങ്ങൾ ചോദിച്ച് വീർപ്പ് പൊട്ടിച്ച് കളയും. പടത്തിന്റെ സബ്ജക്റ്റിൽ തന്നെ ഒരു അഡൾട്ട് എലിമെന്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പടം ക്ലീൻ സിനിമയാണെന്ന് പറയാൻ പറ്റില്ല.
ഈ നായികമാരൊക്കെ അവർക്ക് കിട്ടിയ റോളുകൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. മൈന ഫെയിം ചെയ്ത ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ആ ക്യാരക്ടർ നമ്മൾ വെറുപ്പിച്ച് കളയും. നല്ലൊരു സബ്ജക്റ്റ് ഉള്ള പടമാണ്. എൻ്റെ ഫസ്റ്റ് ഹാഫിലൊക്കെയുള്ള സ്റ്റെയർ കേസ് സീനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. റിയലി ലവ് ദാറ്റ്. പിന്നെ ഈ പടം എന്താ പറയുക, അനൗൺസ് ചെയ്യുന്ന സമയത്ത് 2 ഭാഗങ്ങൾ ഉണ്ടാവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ ഭാഗം ശരിക്കും പറഞ്ഞാൽ ഇറങ്ങുന്ന സമയത്ത് കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും കാണും. അങ്ങനെയുള്ളൊരു ഓപ്പൺ എൻഡിങ്, ഓപ്പൺ എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു നല്ല സ്കോപ്പിലുള്ള ഒരു എൻഡിങ്ങിലാണ് ഇപ്പോൾ ഈ പടം നിർത്തിയിട്ടുള്ളത്. പിന്നെ എന്താണ് ഇഷ്ടമാവാൻ നെഗറ്റീവ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ ഐ ഡിഡ്ന്റ് ഗെറ്റ് ദ കൈൻഡ് ഓഫ് ഇന്റൻസിറ്റി ഐ വാണ്ടഡ്. അപ്പോൾ എന്താ പറയുക, ക്ലൈമാക്സ് ഒക്കെ കൈവിട്ടു പോയ പോലെ തോന്നി. ആൻഡ് സെക്കൻഡ് ഹാഫിൽ അവിടെ ഇവിടെ കുറേ സീൻസൊക്കെ ഭയങ്കര അവിശ്വസനീയമായിട്ട് തന്നെയാണ് തോന്നിയത്. അപ്പം ഈ പടം ഒരുപാട് നല്ലതാണോ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. എന്നാൽ വളരെ മോശമാണോ വെച്ചാൽ അല്ല. ആവറേജ് ആണോ അല്ല. ഹൈദർ എന്നുള്ള മൂവി കണ്ടു. അത് എന്താ പറയാ, ഒരുപാട് കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഇറ്റ്സ് എ ബ്രില്യൻ്റ്ലി മെയ്ഡ് മൂവി. വിശാൽ ഭരദ്വാജിന്റെ ഒരു മാസ്റ്റർ പീസ് ആണെന്ന് തന്നെ പറയാം. ഭയങ്കര ട്രാജിക് സ്ലോ പേസ്ഡ് മൂവിയാണ്. ഒഫീഷ്യൽ അഡാപ്റ്റേഷൻ ഓഫ് ഹാംലെറ്റ്, വില്യം ഷേക്സ്പിയറിന്റെ. പിന്നെ ഷാഹിദ് കപൂറിന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് തന്നെ പറയാം. ഹീസ് ബാക്ക് വിത്ത് എ ബാങ്. എന്താ പറയാ, കുറേ സീൻസൊക്കെ നമുക്ക് സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ ഓർമ്മ വരാന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരുപാട് സീൻസ് ഉണ്ട്. ഷാഹിദ് കപൂർ ഗംഭീരാക്കിയിട്ടുണ്ട്. പിന്നെ തബുവിന്റെ ഗസല എന്നുള്ള ക്യാരക്ടർ ഓവർ ഷാഡോസ് എവ്രി വൺ. ഒരു നാഷണൽ അവാർഡ് കിട്ടാനുള്ള പെർഫോമൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ദിസ് എ വെരി 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 സ്ലൈറ്റ് ടൈനി ഹിന്റ്, എന്താ പറയുക, ഒരു ഇൻസെസ്റ്റസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹൈദർ ആൻഡ് ഗസാല കാണിച്ചിട്ടുണ്ട്. അത് എനിക്ക് മാത്രം തോന്നിയതാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് 2 സീനിലാണ് തോന്നി. പിന്നെ പാട്ടുകളൊക്കെ, സോങ്സ് എല്ലാം ആ ഒരു മൂഡിന് പറ്റിയ സോങ്സ് ആണ്. നന്നായിട്ട് എൻ്റെ ഒപ്പം യോജിച്ചു പോയിട്ടുണ്ട്. ശ്രദ്ധ കപൂർ അൺലൈക്ക് വില്ലൻ ഈ പടത്തിൽ നന്നായി ചെയ്തിട്ടുണ്ട്. നല്ല നല്ല റോളാണ് ചെയ്തിട്ടുള്ളത്. ഈ ലോക്കൽ സ്ലാങ്ങും അതുപോലെ എനിക്ക് കാശ്മീരി ഉറുദു, ഹിന്ദിയാണോ ഉറുദു ആണോ കാശ്മീരി ഉറുദു ആണെങ്കിൽ മനസ്സിലായില്ല. ഇംഗ്ലീഷൊക്കെ അതുപോലെ ഈ ലവ്ഡ് ലൈക്ഡ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നന്നായിട്ട് ഇതിന് പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധ കപൂർ നന്നായിട്ടുണ്ട് ഈ പടത്തിൽ. ഇർഫാൻ ഖാൻ, കെ മേനോൻ, എല്ലാവരും എന്താ പറയുക ഒന്നിനൊന്ന് മെച്ചാന്ന് തന്നെ പറയും ഈ പടത്തിൽ. ഹൈദർ എന്നുള്ള മൂവിയിൽ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ സോൾജേഴ്സിനെ മോശമായിട്ട് തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. സോ ആസ് എൻ ഇന്ത്യൻ ഇറ്റ് ഡിഡ് ഹേർട്ട് മൈ ഫീലിങ്സ്. അറ്റ് ദ സെയിം ടൈം ഈ മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് എ മൂവി യു ഡോണ്ട് വാണ്ട് ടു മിസ്.